ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഏകദേശം 9 മണിക്കൂറിന്റെ പാതിരാ ലൈവുകളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇതാക്കണ വൈകുന്നേരമായിരിക്കുകയാണ്. മക്കളെ, നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാണ്. ഒരു ഫൈനൽ ടച്ച് എന്ന നിലക്ക് ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നാളെ എന്ന് പറയുന്നത് നിങ്ങളുടേതാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് അടുക്കുകയാണ്. ഇത് പ്രഡിക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കാം. ഇനി അല്ല എങ്കിൽ ഒരു ഫൈനൽ ടച്ച് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാം. എന്ത് തന്നെയാണെങ്കിലും ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു തന്നെ പോവുക. എല്ലാ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇന്ന് രാത്രി നടക്കുന്ന മാരത്തോണിലേക്ക് എല്ലാ ഫ്രണ്ട്സോടും വരാൻ പറയുക. സോ മക്കളെ, ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കിലേക്ക് അടക്കാം. ഏറ്റവും ആദ്യം തന്നെ ഞാൻ പറയട്ടെ, സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്കിലെ ഈ ഒരു പട്ടിക, ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കയറിയാൽ മതി. കാരണം ഇത് 5 മാർക്കിനും 4 മാർക്കിനും ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്നെങ്കിൽ 5 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. രണ്ടാമതായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ചോദ്യം ഏതാണ്? അത് ഈ രീതിയിൽ P of x മൈനസ് P of 1, P of x മൈനസ് P of 2 എന്ന രീതിയിലുള്ള ചോദ്യമാണ്. ഇത് ചെയ്യാൻ അറിയാത്ത ആളുകൾ ഇപ്പൊ തന്നെ സൈലം SLC എന്ന യൂട്യൂബ് ചാനൽ എടുത്തുകൊണ്ട് പോളിനോമിയൽസ് പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 17 മിനിറ്റിന്റെ വീഡിയോ ഉണ്ട്, വേണമെങ്കിൽ എടുത്ത് കാണാം. അതിൽ ഈ ഭാഗം നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രോബബിലിറ്റി അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഉറപ്പായിട്ടും വരുന്ന 6 ചോദ്യങ്ങളുണ്ട്. ഇതിൽ 3 ചോദ്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ആകെ ജോഡികൾ എണ്ണം, ടോട്ടൽ പേയേഴ്സ് എത്രയാണ്? അറ്റ്ലീസ്റ്റ് 1 ബോയ് അറ്റ്ലീസ്റ്റ് 1 ഗേൾ, അതായത് ഒരു ആൺകുട്ടിയെങ്കിലും ഒരു പെൺകുട്ടിയെങ്കിലും എന്ന് പറഞ്ഞാൽ 3 ചോദ്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. അതും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കാതെ പോകരുത്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇന്നത്തെ ലൈവിലേക്ക് നിർബന്ധമായിട്ട് വരണം. ഈ ചോദ്യങ്ങൾ അത്രയും തന്നെ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പ് വരുത്തണം. ഈ ചോദ്യങ്ങൾ മാത്രമല്ല, അല്ലാത്ത ചോദ്യങ്ങളും ലൈവിലുണ്ടാവും. സോ അടുത്തായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് അറിയേണ്ട ഒരു ടോപ്പിക്കാണ് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടെത്താൻ. മക്കളെ, ഇമ്പോർട്ടന്റ്. ഒരു സർക്കിളിന്റെ സെന്ററും അതിന്റെ റേഡിയസും ആരവും അതേപോലെ കേന്ദ്രവും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് വൃത്തത്തിന്റെയും ഇക്വേഷൻ എഴുതാൻ പറ്റും. അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും പഠിച്ചു പോകുക. 5 മാർക്കിന്റെ ചോദ്യം അവിടെയാണ്. ഇൻ കേസ് ആ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വന്നില്ലെങ്കിൽ 100% ഉറപ്പിച്ചോ, നിങ്ങളുടെ ചോദ്യം ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ അഥവാ ഒരു നേർരേഖയുടെ സമവാക്യത്തിൽ നിന്നായിരിക്കും. ചിലപ്പോൾ 2 ടോപ്പിക്കൊന്നും 5+4 9 മാർക്കിന്റെ ചോദ്യം വരും. അതുകൊണ്ട് അത് മിസ് ചെയ്യരുത്. അത്ര ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഈ 2 ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോകാൻ. എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് കൺസ്ട്രക്ഷൻ. എല്ലാ ടൈപ്പ് കൺസ്ട്രക്ഷനും പഠിച്ചിട്ട് പോയാൽ മതി. കാരണം അതിൽ ഏതും വരാൻ ചാൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ കാണുന്ന ഒരേ പരപ്പളവുള്ള 15 ചതുരശ്ര സെന്റിമീറ്റർ ഏരിയ, സെയിം ഏരിയയുള്ള സ്ക്വയർ വരക്കാനുള്ള ഒരു ചോദ്യമായിരിക്കും നിങ്ങൾ നാളത്തെ ചോദ്യപ്പേപ്പറിൽ കാണാൻ പോകുന്നത്. അപ്പൊ അതെന്തായാലും പഠിച്ചു എന്ന് നിങ്ങൾ 100% ഉറപ്പ് വരുത്തിയിട്ട് പോകാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ ഏതെങ്കിലും ഒരു സോളിഡ് ഷേപ്പ് തന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഘനരൂപം തന്നുകൊണ്ട് ഒരു ചോദ്യം ഉണ്ടാവും. അല്ലെങ്കിൽ എഴുതി വെച്ചോളൂ മക്കളെ, മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് അഥവാ ഉരുക്കിയിട്ട് മറ്റൊന്നാക്കുന്ന ഒരു ചോദ്യം. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഘനരൂപങ്ങളിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട 3 ടോപ്പിക് എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഷേപ്പ് പഠിക്കുക, മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് പഠിക്കുക, പിന്നെ കേന്ദ്രകോൺ തന്നുകൊണ്ടൊരു ചോദ്യം, സെൻട്രൽ ആംഗിൾ തന്നുകൊണ്ടുള്ള ഒരു ചോദ്യം. അതെല്ലാം 4 എണ്ണം എന്തായാലും പഠിച്ച് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അല്ലാതെ എക്സാം ഹാളിലേക്ക് പോകരുത്. ഇമ്പോർട്ടന്റ് ആണ്. അതായത് കേന്ദ്രകോൺ 120 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചോദ്യം നിങ്ങൾ എന്തായാലും പഠിക്കണം. യെസ്. പിന്നീട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇതിൽ നിന്നാണ്. ഏത്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ 2ാം ഗതി ബഹുപദങ്ങൾ 2ാം ഗതി സമവാക്യങ്ങൾ. മക്കളെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ചതുരത്തിന്റെ ചുറ്റളവും തരും, അതേപോലെ തന്നെ ഏരിയയും തന്നുകൊണ്ടൊരു ചോദ്യം. 4 മാർക്ക് നിങ്ങളുടെ നാളത്തെ ചോദ്യം പ്രതീക്ഷിക്കാം. ഇനി അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം, പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് ഈവൻ നമ്പേഴ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും 8ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അതിന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. വർഗത്തികവ് നിന്നൊരു ക്വസ്റ്റ്യനും അതേപോലെ -b +or- നിന്നൊരു ചോദ്യവും. അതാണ് നിങ്ങൾ ഈ ചാപ്റ്റർ പ്രതീക്ഷിക്കേണ്ടത്. അതിൽ തന്നെ ചിലപ്പോൾ സർക്കിളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അത് ലൈവിൽ ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും വരിക. പിന്നെ ടാൻജൻസ് അഥവാ തൊടുവരയിൽ നിന്ന് വരക്കാനുള്ള ചോദ്യം നിർബന്ധമായിട്ടും പഠിക്കണം. അതിന്റെ പുറമെ ആംഗിൾസ് കണ്ടെത്താനുള്ള ചോദ്യം മസ്റ്റ് ആയിട്ടും പഠിക്കാതെ പോരുത്. 5 മാർക്കിന്റെയോ 4 മാർക്കിന്റെയോ ഒരു ചോദ്യം ടാൻജൻസ് അഥവാ തൊടുവരയും വൃത്തങ്ങൾ അഥവാ സർക്കിൾസും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമായിരിക്കും. അതുകൊണ്ട് അതും മിസ്സാക്കരുത്. അത്രയും നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. ഈ രീതിയിൽ സർക്കിൾസ്, വൃത്തങ്ങൾ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഇതുപോലെ 2 പദങ്ങൾ തന്നുകൊണ്ട് നിങ്ങളോട് ചിലപ്പോൾ n-ാം പദം അല്ലെങ്കിൽ ഈ കാണുന്ന, ഞാൻ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടുതൽ ഈ കാണുന്ന ചോദ്യം. മക്കളെ, ഈ കാണുന്ന ചോദ്യത്തിൽ പറയുന്ന എല്ലാ ടോപ്പിക്കും നിങ്ങൾ കവർ ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ. എന്നാൽ നിങ്ങൾക്ക് A+ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇത് ആർക്കെങ്കിലും കവർ ചെയ്യാത്തുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ലൈവിലേക്ക് വരിക. ഡിസ്കസ് ചെയ്തിരിക്കും. അത്രയും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. നിങ്ങൾ എന്തായാലും വരണം. പിന്നെ നിങ്ങൾക്കോട് പറയാനുള്ളത് സം അഥവാ തുകയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒരു 50-50 ആണ്. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാതെ പോരുത്, റിസ്ക് എടുക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്.
സർക്കിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് ഈ കാണുന്ന ചിത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു കാരണവശാലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ലാത്തതാണ്. സോ ഈ ചോദ്യവും ഈ ചിത്രവും ബന്ധപ്പെട്ടുകൊണ്ടും ഈ രീതിയിൽ 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ ദി സർക്കിൾ, വൃത്തത്തിന് പുറത്ത്, വൃത്തത്തിനകത്ത് എന്ന രീതിയിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്താക്കാം ചോദ്യ പേപ്പറിൽ വരാം. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. പിന്നെ അതേപോലെ വരക്കാനുള്ള ചിത്രമാണ്. പിന്നെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ കാണുന്നത്. 2r = a/sin x എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. അത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്താക്കണം, പഠിക്കണം. ഈ ടോപ്പിക്കും പഠിക്കാതെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകരുത്. സോ പ്രിയപ്പെട്ട മക്കളെ, ഏകദേശം എല്ലാ ടോപ്പിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അടുത്തൊരു ചോദ്യം പറയുന്നത് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും 3-4 പോയിന്റ് തന്നുകൊണ്ട് വരക്കാൻ, അടയാളപ്പെടുത്താൻ ഒരു ചോദ്യം ഉണ്ടാവും. അത് നിങ്ങൾ മിസ്സാക്കാതെ തന്നെ പഠിച്ചു പോവേണ്ടതുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതൊക്കെ മിനിമം കാര്യമാണ്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് എതിർ കോർണറുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം ഉണ്ടാവും, അതിന്റെ സൈഡുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം ഉണ്ടാവും. എന്തായാലും ചെയ്ത് പഠിക്കുക. സോ പ്രിയപ്പെട്ട മക്കളെ, ഇതാ വന്നു. യെസ്. സോ പ്രിയപ്പെട്ട മക്കളെ, ഇപ്പൊ +2 ക്ലാസ് ഉണ്ട്. ഞാനിപ്പോൾ രാത്രി ലൈവ് എടുക്കുന്നത് 10ാം ക്ലാസ്സിനെ കഴിഞ്ഞ് +2 ഓക്കെ. അപ്പോൾ അവിടെ തുടങ്ങുകയാണ്. സോ ഇത്രയും ചോദ്യങ്ങൾ, ഇനിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലൈവിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ എല്ലാവരും ലൈവിലേക്ക് വരിക. ടാൻജൻസിൽ വരക്കാനുള്ള ചോദ്യം ഇതെല്ലാം ഉണ്ടാവുന്നതാണ്. സോ കൂടുതലൊന്നും പറയാനില്ല. പ്രിയപ്പെട്ട മക്കളെ, ലവ് യു ഓൾ. നിങ്ങൾ എല്ലാവർക്കും A+ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. ബൈ.